ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടെസ്റ്റ്ലാൻഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് മനോഹരമായ 2 സ്ഥലങ്ങളിലേക്കാണ്. ഈ 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനായി നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുതേ. അങ്ങ് ദൂരെ നമ്മുടെ മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരങ്ങളും മലകളും മാത്രമേ കാണാനുള്ളൂ. ആ മലയുടെ താഴ്ഭാഗത്ത് ഒരു പള്ളി കാണുന്നുണ്ട്. രണ്ട് സൈഡ് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണിത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല രസം ഇതിലേക്കൂടെ യാത്ര ചെയ്യാനായിട്ട്. എൻജോയ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണിത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കല്ലടയാറാണ്. അതിങ്ങനെ നീണ്ട് നല്ല വീതിയിൽ നീളത്തിൽ കിടക്കുകയാണ് കല്ലടയാറ്. നമ്മൾ തെന്മലയിലേക്കാണ് പോകുന്നത്. എക്കോ ടൂറിസത്തിൻ്റെ ബോർഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇനിയുള്ള യാത്ര നമ്മൾ ശരിക്കും ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുന്ന അതേ പ്രതീതിയാണ്. 2 സൈഡും മരങ്ങൾ മാത്രം. നല്ല തണലാണ് ഇതിലെ യാത്ര ചെയ്യാൻ. വലിയ ചൂട് വെയിൽ ഒന്നുമില്ല. റോഡ് കുറച്ച് ചില ഭാഗത്ത് മോശമാണ്, എന്നാലും നല്ല മനോഹരമാണ് ഈ സ്ഥലം. നമ്മൾ വന്ന വഴികളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു, എന്നാലും അതുപോലെയല്ല. തെന്മല ബോർഡർ, എക്കോ ടൂറിസം ബോർഡർ കയറി കഴിഞ്ഞാൽ ഇതേപോലെയാണ്. 2 സൈഡിലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. വലിയ മതിൽ, അതിനുള്ളിൽ ഫുള്ള് മരങ്ങളാണ്. നമ്മുടെ മുൻപിൽ കാണുന്നത് തെന്മല ഡാമാണ്. അത് ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. ഈ പാലത്തിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതാണ് ആറിന് മുകളിലുള്ള പാലം. ഇതുവഴിയാണ് വാഹനങ്ങളൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പാലത്തിൻ്റെ സൈഡിലൂടെയാണ് നടന്ന് ഈ വീഡിയോ പിടിക്കുന്നത്.
അങ്ങ് ദൂരെ കാണാം. അങ്ങ് ദൂരെ കാണുന്നതാണ് ഡാം. നമ്മൾ അതിനടുത്ത് പോകാത്തത് കൊണ്ട് ഇത്രയും ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതാണ് അഡ്വഞ്ചർ സോണ്. നമ്മളിനി അഡ്വഞ്ചർ സോണിലോട്ടാണ് പോകുന്നത്. കാരണം രണ്ട് സൈഡിലും വനമാണ്. വനത്തിൻ്റെ നടുക്കൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് അഡ്വഞ്ചർ സോണെന്ന് പറയുന്നത്. ഫുള്ള് വനമാണ്. വന്യജീവികളൊക്കെ അതിനുള്ളിൽ കാണും. ഇറങ്ങി വരാതിരിക്കാൻ സൈഡിൽ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ മുൻപിലേക്ക് നോക്കിയാൽ കാണാം, വലിയ മല കാണാം. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ. നീളത്തിലങ്ങ് വ്യാപിച്ച് കിടക്കുകയാണത്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ കുരങ്ങുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. നമുക്ക് കാണാം ഒരു കുരങ്ങ് ലൈൻ കമ്പിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് നാഷണൽ ഹൈവേ റോഡാണ്. പക്ഷേ ഫുള്ള് വളവ് നിറഞ്ഞ റോഡാണിത്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും മരങ്ങൾ, പിന്നെ മലകൾ, അങ്ങനെയൊക്കെ പച്ചപ്പുകൾ മാത്രമേ കാണാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ കാണാൻ. ഇതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഡിയർ പാർക്ക് കണ്ടു. ഇതാണ് കാണുന്ന ഡിയർ റിഹാബിലിറ്റേഷൻ സെൻറ്റർ. അവിടെ അതിനകത്ത് കയറിയൊന്നുമില്ല. സൈഡിൽ കാണാൻ നമുക്ക് രണ്ട് മാൻ അവിടെ ഉണ്ട്. ഞങ്ങൾ തെന്മലയിൽ നിന്നും തിരിച്ചു. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കല്ലടയാറ്. ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ ആറ് വഴിയാണ് പോകുന്നത്. ഇനി അടുത്തത് ഞങ്ങൾ വിളക്കുപാറയിലോട്ടാണ് പോകുന്നത്. വിളക്കുപാറയിലേക്ക് പോകുന്ന വഴിയാണിത്. വിളക്കുപാറ എണ്ണപ്പന ഫാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും റബ്ബറും തോട്ടമാണ്. റബ്ബറും തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓയിൽ പാം എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. പനകളാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ദൂരോട്ട് കാണാം ഒരുപാട് പനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്.